ഉത്തമഗീതം 1. ശലോമോന്റെ ഉത്തമഗീതം. അവൻ തന്റെ അധരങ്ങളാൽ എന്നെ ചുംബിക്കട്ടെ, നിന്റെ പ്രേമം വീഞ്ഞിലും രസകരമാകുന്നു. നിന്റെ തൈലം സൗരഭ്യമായതു, നിന്റെ നാമം പകർന്ന തൈലം പോലെ ഇരിക്കുന്നു, അതുകൊണ്ട് കന്യകമാർ നിന്നെ സ്നേഹിക്കുന്നു. നിന്റെ പിന്നാലെ എന്നെ വലിക്ക, നാം ഓടിപ്പോക, രാജാവു എന്നെ പള്ളിയറകളിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു, ഞങ്ങൾ നിന്നിൽ ഉല്ലസിച്ചാനന്ദിക്കും, നിന്റെ പ്രേമത്തെ വീഞ്ഞിനേക്കാൾ ശ്ലാഘിക്കും, നിന്നെ സ്നേഹിക്കുന്നതു ഉചിതം തന്നെ. യെരൂശലേം പുത്രിമാരെ, ഞാൻ കറുത്തവൾ എങ്കിലും കേദാര്യ കൂടാരങ്ങളെപ്പോലെയും ശലോമോന്റെ തിരശ്ശീലകളെപ്പോലെയും അഴകുള്ളവൾ ആകുന്നു. എനിക്ക് ഇരുൾ നിറം പറ്റിയിരിക്കയാലും ഞാൻ വെയിൽ കൊണ്ട് കറുത്തിരിക്കയാലും എന്നെ തുറിച്ചുനോക്കരുതു. എന്റെ അമ്മയുടെ പുത്രന്മാർ എന്നോട് കോപിച്ചു. എന്നെ മുന്തിരിത്തോട്ടങ്ങൾക്ക് കാവലാക്കി, എന്റെ സ്വന്തം മുന്തിരിത്തോട്ടം ഞാൻ കാത്തിട്ടില്ലതാനും. എന്റെ പ്രാണപ്രിയനെ, പറഞ്ഞുതരിക, നീ ആടുകളെ മേയ്ക്കുന്നതു എവിടെ? ഉച്ചയ്ക്ക് കിടത്തുന്നതു എവിടെ? നിന്റെ ചങ്ങാതിമാരുടെ ആട്ടിൻകൂട്ടങ്ങൾക്കരികെ ഞാൻ മുഖം മൂടിയവളെപ്പോലെ ഇരിക്കുന്നതു എന്തെന്നു? സ്ത്രീകളിൽ അതിസുന്ദരിയെ, നീ അറിയുന്നില്ലെങ്കിൽ ആടുകളുടെ കാൽച്ചുവട് തുടർന്നു ചെന്നു ഇടയന്മാരുടെ കൂടാരങ്ങളുടെ അരികെ നിന്റെ കുഞ്ഞാടുകളെ മേയ്ക്ക. എന്റെ പ്രിയേ, ഫറവോന്റെ രഥത്തിനു കെട്ടുന്ന പെൺകുതിരയോട് ഞാൻ നിന്നെ ഉപമിക്കുന്നു. നിന്റെ കവിൾത്തടങ്ങൾ രത്നാവലികൊണ്ടും നിന്റെ കഴുത്തു മുത്തുമാല കൊണ്ടും ശോഭിച്ചിരിക്കുന്നു. ഞങ്ങൾ നിനക്ക് വെള്ളിമണികളോടുകൂടിയ സുവർണസരപ്പളി ഉണ്ടാക്കിത്തരാം. രാജാവു ഭക്ഷണത്തിനിരിക്കുമ്പോൾ എന്റെ ജടാമാംസി സുഗന്ധം പുറപ്പെടുവിക്കുന്നു. എന്റെ പ്രിയൻ എനിക്ക് സ്തനങ്ങളുടെ മധ്യേ കിടക്കുന്ന മൂറിൻ കെട്ടുപോലെയാകുന്നു. എന്റെ പ്രിയൻ എനിക്ക് ഏൻ ഗതി മുന്തിരിത്തോട്ടങ്ങളിലെ മൈലാഞ്ചിപ്പൂകൂല പോലെ ഇരിക്കുന്നു. എന്റെ പ്രിയേ, നീ സുന്ദരി, നീ സുന്ദരി തന്നെ, നിന്റെ കണ്ണു പ്രാവിന്റെ കണ്ണുപോലെ ഇരിക്കുന്നു. എന്റെ പ്രിയനെ, നീ സുന്ദരൻ, നീ മനോഹരൻ, നമ്മുടെ കിടക്കയും പച്ചയാകുന്നു. നമ്മുടെ വീട്ടിന്റെ ഉത്തരം ദേവദാരുവും കഴുക്കോൽ സരളവൃക്ഷവും ആകുന്നു. ഉത്തമഗീതം 2. ഞാൻ ശാരയാനിലെ പനിനീർ പുഷ്പവും താഴ്വരകളിലെ താമരപ്പൂവും ആകുന്നു. മുള്ളുകളുടെ ഇടയിൽ താമരപയാലെ കന്യകമാരുടെ ഇടയിൽ എന്റെ പ്രിയ ഇരിക്കുന്നു. കാട്ടുമരങ്ങളുടെ ഇടയിൽ ഒരു നാരകംപയാലെ യൗവനക്കാരുടെ ഇടയിൽ എന്റെ പ്രിയൻ ഇരിക്കുന്നു. അതിന്റെ നിഴലിൽ ഞാൻ അതിമയാദത്തെയാടെ ഇരുന്നു, അതിന്റെ പഴം എന്റെ രുചിക്ക് മധുരമായിരുന്നു. അവൻ എന്നെ വീഞ്ഞുവീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുചെന്നു, എന്റെ മീതെ അവൻ പിടിച്ചിരുന്ന കൊടി സ്നേഹമായിരുന്നു. ഞാൻ പ്രേമപരവശയായിരിക്കയാൽ മുന്തിരിയട തന്നു എന്നെ ശക്തീകരിപ്പിൻ, നാരങ്ങ തന്നു എന്നെ തണുപ്പിപ്പിൻ. അവന്റെ ഇടങ്കൈ എന്റെ തലയിൻ കീഴെ ഇരിക്കട്ടെ, അവന്റെ വലങ്കൈ എന്നെ ആശ്ലേഷിക്കട്ടെ. യെരൂശലേം പുത്രിമാരെ, വയലിലെ ചെറുമാനുകളാണ്, പേടമാനുകളാണ്, പ്രേമത്തിനു ഇഷ്ടമാകുവയാളം അതിനെ ഇളക്കരുതു, ഉണർത്തുകയുമരുതു. അതാ എന്റെ പ്രിയന്റെ സ്വരം. അവൻ മലകളിന്മേൽ ചാടിയും കുന്നുകളിന്മേൽ കുതിച്ചും കൊണ്ടുവരുന്നു. എന്റെ പ്രിയൻ ചെറുമാനെന്നും കലകൂട്ടിക്കും തുല്യൻ. ഇതാ അവൻ നമ്മുടെ മതിൽക്കു പുറമേ നിൽക്കുന്നു, അവൻ കിളിവാതിലൂടെ നയാക്കുന്നു, അഴിക്കിടയിൽ കൂടി ഒളിഞ്ഞു നയാക്കുന്നു. എന്റെ പ്രിയൻ എന്നയാട് പറഞ്ഞതു, എന്റെ പ്രിയേ, എഴുന്നേൽക്ക, എന്റെ സുന്ദരി, വരിക. ശീതകാലം കഴിഞ്ഞു, മഴയും മാറിപ്പയായല്ലോ. പുഷ്പങ്ങൾ ഭൂമിയിൽ കാണായി വരുന്നു, വള്ളിത്തല മുറിക്കും കാലം വന്നിരിക്കുന്നു, കുറുപ്രാവിന്റെ ശബ്ദവും നമ്മുടെ നാട്ടിൽ കേൾക്കുന്നു. അത്തിക്കായ്കൾ പഴുക്കുന്നു, മുന്തിരിവള്ളി പൂത്ത് സുഗന്ധം വീശുന്നു. എന്റെ പ്രിയേ, എഴുന്നേൽക്ക, എന്റെ സുന്ദരി, വരിക. പാറയുടെ പിളർപ്പിലും കടുന്തൂക്കിന്റെ മറവിലും ഇരിക്കുന്ന എന്റെ പ്രാവേ, ഞാൻ നിന്റെ മുഖം ഒന്നു കാണട്ടെ, നിന്റെ സ്വരം ഒന്നു കേൾക്കട്ടെ. നിന്റെ സ്വരം ഇമ്പമുള്ളതും മുഖം സൗന്ദര്യമുള്ളതും ആകുന്നു. ഞങ്ങളുടെ മുന്തിരിത്തയാട്ടങ്ങൾ പൂത്തിരിക്കയാൽ മുന്തിരിവള്ളി നശിപ്പിക്കുന്ന കുറുക്കന്മാരെ, ചെറുകുറുക്കന്മാരെ തന്നെ പിടിച്ചുതരുവിൻ. എന്റെ പ്രിയൻ എനിക്കുള്ളവൻ, ഞാൻ അവനുള്ളവൾ, അവൻ താമരകളുടെ ഇടയിൽ ആടുമേയ്ക്കുന്നു. വെയിലാറി നിഴൽ കാണാതെയാകുവയാളം. എന്റെ പ്രിയനെ, നീ മടങ്ങി ദുർഘടപർവ്വതങ്ങളിലെ ചെറുമാനെന്നും കലകൂട്ടിക്കും തുല്യനായിരിക്ക. ഉത്തമഗീതം 3. രാത്രിസമയത്തു എന്റെ കിടക്കയിൽ ഞാൻ എന്റെ പ്രാണപ്രിയനെ അന്വേഷിച്ചു, ഞാൻ അവനെ അന്വേഷിച്ചു, കണ്ടില്ലതാനും. ഞാൻ എഴുന്നേറ്റ് നഗരത്തിൽ സഞ്ചരിച്ചു, വീഥികളിലും വിശാലസ്ഥലങ്ങളിലും എന്റെ പ്രാണപ്രിയനെ അന്വേഷിക്കും എന്നു ഞാൻ പറഞ്ഞു. ഞാൻ അവനെ അന്വേഷിച്ചു, കണ്ടില്ല താനും. നഗരത്തിൽ സഞ്ചരിക്കുന്ന കാവൽക്കാർ എന്നെ കണ്ടു, എന്റെ പ്രാണപ്രിയനെ കണ്ടുവയാ എന്നു ഞാൻ അവരെയാട് ചേദിച്ചു. അവരെ വിട്ടു കുറെ അങ്ങേയാട്ടു ചെന്നപ്പയാൽ ഞാൻ എന്റെ പ്രാണപ്രിയനെ കണ്ടു. ഞാൻ അവനെ പിടിച്ചു, എന്റെ അമ്മയുടെ വീട്ടിലേക്കും എന്നെ പ്രസവിച്ചവളുടെ അറയിലേക്കും കൊണ്ടുവരുന്നവരെ അവനെ വിട്ടില്ല.
യെരൂശലേം പുത്രിമാരെ, ചെറുമാനുകളാണ്, പേടമാനുകളാണ്, പ്രേമത്തിനു ഇഷ്ടമാകുവയാളം അതിനെ ഇളക്കരുതു, ഉണർത്തുകയുമരുതു. മൂറും കുന്തുരുക്കവും കൊണ്ടും കച്ചവടക്കാരന്റെ സകലവിധ സുഗന്ധചൂർണങ്ങൾ കൊണ്ടും പരിമളപ്പെട്ടിരിക്കുന്ന പുകത്തൂൺ പേയാലെ മരുഭൂമിയിൽ നിന്നു കയറിവരുന്ന അരിവൻ ആർ. ശലയാമയാന്റെ പല്ലകൂ തന്നെ. ഇസ്രായേൽ വീരന്മാരിൽ 60 വീരന്മാർ അതിന്റെ ചുറ്റുമുണ്ടു. അവരെല്ലാവരും വാളെടുത്ത യുദ്ധസമർത്ഥന്മാർ. രാത്രിയിലെ ഭയം നിമിത്തം ഓരോരുത്തൻ അരയ്ക്കു വാൾ കെട്ടിയിരിക്കുന്നു. ശലയാമയാൻ രാജാവു ലെബാനയാനിലെ മരം കൊണ്ടു തനിക്ക് ഒരു പല്ലകൂ ഉണ്ടാക്കി. അതിന്റെ മേക്കെട്ടിക്കാൽ അവൻ വെള്ളികൊണ്ടും ചാരുപൊന്നുകൊണ്ടും ഇരിപ്പിടം രക്താംബരം കൊണ്ടും ഉണ്ടാക്കി. അതിന്റെ അന്തർഭാഗം യെരൂശലേം പുത്രിമാരുടെ പ്രേമം കൊണ്ട് വിചിത്രഗിതമായിരിക്കുന്നു. സീയാൻ പുത്രിമാരെ, നിങ്ങൾ പുറപ്പെട്ടു ചെന്നു ശലയാമയാൻ രാജാവിനെ അവന്റെ കല്യാണ ദിവസത്തിൽ, അവന്റെ ഹൃദയത്തിന്റെ ആനന്ദ ദിവസത്തിൽ തന്നെ, അവന്റെ അമ്മ അവനെ ധരിപ്പിച്ച കിരീടത്തെയാടുകൂടെ കാൺമിൻ. ഉത്തമഗീതം 4. എന്റെ പ്രിയേ, നീ സുന്ദരി, നീ സുന്ദരി തന്നെ. നിന്റെ മൂടുപടത്തിൻ നടുവെ നിന്റെ കണ്ണു പ്രാവിൻ കണ്ണുപയാലെ ഇരിക്കുന്നു. നിന്റെ തലമുടി ഗിലെയാദ് മലഞ്ചെരിവിൽ കിടക്കുന്ന കെയാലാട്ടിൻ കൂട്ടം പെയാലെയാകുന്നു. നിന്റെ പല്ലു രയാമം കത്രിച്ചിട്ടു കുളിച്ചു കയറിവരുന്ന ആടുകളെപ്പയാലെ ഇരിക്കുന്നു. അവയിൽ ഒന്നും മച്ചിയായിരിക്കാതെ എല്ലാം ഇരട്ട പ്രസവിക്കുന്നു. നിന്റെ അധരം കടുംചുവപ്പു നൂൽപയാലെയും നിന്റെ വായു മനയാഹരവും ആകുന്നു. നിന്റെ ചെന്നികൾ നിന്റെ മൂടുപടത്തിൻ ഉള്ളിൽ മാതളപ്പഴത്തിൻ ഖണ്ഡംപയാലെ ഇരിക്കുന്നു. നിന്റെ കഴുത്തു ആയുധശാലയായി പണിതിരിക്കുന്ന ദാവീദിൻ ഗയാപുരത്തെയാട് ഒക്കും. അതിൽ 1000 പരിച തൂക്കിയിരിക്കുന്നു. അവ ഒക്കെയും വീരന്മാരുടെ പരിച തന്നെ. നിന്റെ സ്തനം രണ്ടും താമരക്കിടയിൽ മേയുന്ന ഇരട്ട പിറന്ന 2 മാൻകുട്ടികൾക്കു സമം. വേലാറി നിഴൽ കാണാതെയാകുവയാളം ഞാൻ മൂറിൻ മലയിലും കുന്തുരുക്കുന്നിലും ചെന്നിരിക്കാം. എന്റെ പ്രിയേ, നീ സർവാംഗസുന്ദരി, നിന്നിൽ യാതൊരു ഊനവും ഇല്ല. കാന്തേ, ലെബാനയാനെ വിട്ടു എന്നെയാടുകൂടെ, ലെബാനയാനെ വിട്ടു എന്നെയാടുകൂടെ വരിക. അമാനാമുകളും ശനീർ ഹെർമയാൻ കൊടുമുടികളും സിംഹങ്ങളുടെ ഗുഹകളും പുള്ളിപ്പുലികളുടെ പർവ്വതങ്ങളും വിട്ടുപയാരിക. എന്റെ സഹയാദരി, എന്റെ കാന്തേ, നീ എന്റെ ഹൃദയത്തെ അപഹരിച്ചിരിക്കുന്നു. ഒരു നെയ്യാട്ടം കൊണ്ടും കഴുത്തിലെ മാല കൊണ്ടും നീ എന്റെ ഹൃദയത്തെ അപഹരിച്ചിരിക്കുന്നു. എന്റെ സഹയാദരി, എന്റെ കാന്തേ, നിന്റെ പ്രേമം എത്ര മനയാഹരം! വീഞ്ഞിനേക്കാൾ നിന്റെ പ്രേമവും സകലവിധ സുഗന്ധവർഗത്തെക്കാൾ നിന്റെ തൈലത്തിന്റെ പരിമളവും എത്ര രസകരം! അല്ലയാ കാന്തേ, നിന്റെ അധരം തേൻ കട്ട പൊഴിക്കുന്നു. നിന്റെ നാവിൻ കീഴിൽ തേനും പാലും ഉണ്ടു. നിന്റെ വസ്ത്രത്തിന്റെ വാസന ലെബാനയാന്റെ വാസനപയാലെ ഇരിക്കുന്നു. എന്റെ സഹയാദരി, എന്റെ കാന്ത, കെട്ടി അടച്ചിരിക്കുന്ന ഒരു തേയാട്ടം, അടച്ചിരിക്കുന്ന ഒരു നീരുറവു, മുദ്രയിട്ടിരിക്കുന്ന ഒരു കിണറു. നിന്റെ ചിനപ്പുകൾ വിശിഷ്ടഫലങ്ങളെയാടു കൂടിയ മാതളത്തയാട്ടം, മൈലാഞ്ചിയാടുകൂടെ ജടാമാംസിയും. ജടാമാംസിയും കുങ്കുമവും വയമ്പും ലവംഗവും സകലവിധ കുന്തുരുക്കവൃക്ഷങ്ങളും മൂറും അകിലും സകല പ്രധാന സുഗന്ധവർഗവും തന്നെ. നീ തേയാട്ടങ്ങൾക്ക് ഒരു നീരുറവും വറ്റിപ്പയാകാത്ത കിണറും ലെബാനയാനിൽ നിന്നു ഒഴുകുന്ന ഒഴുക്കുകളും തന്നെ. വടക്കാറ്റെ ഉണരുക, തെന്നിക്കാറ്റെ വരിക. എന്റെ തേയാട്ടത്തിൽ നിന്നു സുഗന്ധം വീശേണ്ടതിനു അതിന്മേൽ ഊതുക. എന്റെ പ്രിയൻ തന്റെ തേയാട്ടത്തിൽ വന്നു അതിനെ വിശിഷ്ടഫലം ഭുജിക്കട്ടെ. ഉത്തമഗീതം 5. എന്റെ സഹയാദരി, എന്റെ കാന്തേ, ഞാൻ എന്റെ തേയാട്ടത്തിൽ വന്നിരിക്കുന്നു. ഞാൻ എന്റെ മൂറും സുഗന്ധവർഗവും പെറുക്കി. ഞാൻ എന്റെ തേൻ കട്ട തേനയാടുകൂടെ തിന്നും എന്റെ വീഞ്ഞു പാലയാടുകൂടെ കുടിച്ചു ഇരിക്കുന്നു. സ്നേഹിതന്മാരെ തിന്നുവിൻ, പ്രിയരെ കുടിച്ചു മത്തരാകുവിൻ. ഞാൻ ഉറങ്ങുന്നു എങ്കിലും എന്റെ ഹൃദയം ഉണർന്നിരിക്കുന്നു. വാതിൽക്കൽ മുട്ടുന്ന എന്റെ പ്രിയന്റെ സ്വരം. എന്റെ സഹയാദരി, എന്റെ പ്രിയേ, എന്റെ പ്രാവേ, എന്റെ നിഷ്കളങ്കേ, തുറക്കുക. എന്റെ ശിരസ്സു മഞ്ഞുകൊണ്ടും കുറുനിരകൾ രാത്രിയിൽ പെയ്യുന്ന തുള്ളികൊണ്ടും നനഞ്ഞിരിക്കുന്നു. എന്റെ അങ്കി ഞാൻ ഊരിയിരിക്കുന്നു. അതു വീണ്ടും ധരിക്കുന്നതു എങ്ങനെ? ഞാൻ കാലുകളെ കഴുകിയിരിക്കുന്നു. അവയെ മലിനമാക്കുന്നതു എങ്ങനെ? എന്റെ പ്രിയൻ ദ്വാരത്തിൽ കൂടി കൈ നീട്ടി. എന്റെ ഉള്ളം അവനെ ചൊല്ലി ഉരുകിപ്പയായി. എന്റെ പ്രിയനു തുറക്കേണ്ടതെന്നു ഞാൻ എഴുന്നേറ്റു. എന്റെ കൈ മൂറും എന്റെ വിരൽ മൂറിൻ തൈലവും തഴുതുപിടികളിന്മേൽ പൊഴിച്ചു. ഞാൻ എന്റെ പ്രിയനു വേണ്ടി തുറന്നു. എന്റെ പ്രിയനെയാ പോയിക്കളഞ്ഞിരുന്നു. അവൻ സംസാരിച്ചപ്പയാൽ ഞാൻ വിവശയായിരുന്നു. ഞാൻ അന്വേഷിച്ചു, അവനെ കണ്ടില്ല. ഞാൻ അവനെ വിളിച്ചു, അവൻ ഉത്തരം പറഞ്ഞില്ല. നഗരത്തിൽ ചുറ്റി സഞ്ചരിക്കുന്ന കാവൽക്കാർ എന്നെ കണ്ടു. അവർ എന്നെ അടിച്ചു, മുറിവേൽപ്പിച്ചു. മതിൽക്കാവൽക്കാർ എന്റെ മൂടുപടം എടുത്തുകളഞ്ഞു. യെരൂശലേം പുത്രിമാരെ, നിങ്ങൾ എന്റെ പ്രിയനെ കണ്ടെങ്കിൽ ഞാൻ പ്രേമപരവശയായിരിക്കുന്നു എന്നു അവനെയാടു അറിയിക്കണം എന്നു ഞാൻ നിങ്ങളെയാടു ആണയിടുന്നു.
സ്ത്രീകളിൽ അതിസുന്ദരിയായുള്ളയാവേ, നിന്റെ പ്രിയന്നു മറ്റു പ്രിയന്മാരെക്കാൾ എന്തു വിശേഷതയുള്ളൂ. നീ ഇങ്ങനെ ഞങ്ങളെയാടു ആണയിടേണ്ടതെന്നു നിന്റെ പ്രിയന്നു മറ്റു പ്രിയന്മാരെക്കാൾ എന്തു വിശേഷതയുള്ളൂ. എന്റെ പ്രിയൻ വെണ്മയും ചുവപ്പും ഉള്ളവൻ, 10,000 പേരിൽ അതിശ്രേഷ്ഠൻ തന്നെ. അവന്റെ ശിരസ്സു അതിവിശേഷമായ തങ്കം, അവന്റെ കുറുനിരകൾ ചുരുണ്ടും കാക്കയെപ്പയാലെ കറുത്തും ഇരിക്കുന്നു. അവന്റെ കണ്ണു നീർത്തയാടുകളുടെ അരികത്തുള്ള പ്രാവുകൾക്കു തുല്യം, അത് പാലുകൊണ്ടു കഴുകിയതും ചേർച്ചയായി പതിച്ചതും ആകും. അവന്റെ കവിൾ സുഗന്ധസസ്യങ്ങളുടെ തടവും നറുന്തൈകളുടെ വാരവും, അവന്റെ അധരം താമരപ്പൂവും പയാലെ ഇരിക്കുന്നു, അത് മൂറിൻ തൈലം പൊഴിച്ചുകൊണ്ടിരിക്കുന്നു. അവന്റെ കൈകൾ ഗയാമേദകം പതിച്ചിരിക്കുന്ന സ്വർണ്ണനാളങ്ങൾ, അവന്റെ ഉദരം നീലരത്നം പതിച്ച ദന്തനിർമ്മിതം. അവന്റെ തുട തങ്കച്ചുവട്ടിൽ നിർത്തിയ വെൺകൽ തൂൺ, അവന്റെ രൂപം ലെബാനയാനെപ്പയാലെ ദേവദാരുപയാലെ തന്നെ ഉത്കൃഷ്ടമാകുന്നു. അവന്റെ വായ് ഏറ്റവും മധുരമുള്ളതു, അവൻ സർവാംഗസുന്ദരൻ തന്നെ. യെരൂശലേം പുത്രിമാരെ, ഇവനത്രേ എന്റെ പ്രിയൻ, ഇവനത്രേ എന്റെ സ്നേഹിതൻ. ഉത്തമഗീതം 6. സ്ത്രീകളിൽ അതിസുന്ദരിയായുള്ളയാവേ, നിന്റെ പ്രിയൻ എവിടെ പേയായിരിക്കുന്നു. നിന്റെ പ്രിയൻ ഏതു വഴിക്ക് തിരിഞ്ഞിരിക്കുന്നു. ഞങ്ങൾ നിന്നെയാടുകൂടെ അവനെ അന്വേഷിക്കാം. തേയാട്ടങ്ങളിൽ മേയ്പാനും തമാരപ്പൂക്കളെ പറിപ്പാനും എന്റെ പ്രിയൻ തന്റെ തേയാട്ടത്തിൽ സുഗന്ധസസ്യങ്ങളുടെ തടങ്ങളിലേക്ക് ഇറങ്ങിപ്പയായിരിക്കുന്നു. ഞാൻ എന്റെ പ്രിയനുള്ളവൾ, എന്റെ പ്രിയൻ എനിക്കുള്ളവൻ, അവൻ താമരകളുടെ ഇടയിൽ മേയ്ക്കുന്നു. എന്റെ പ്രിയേ, നീ തിർസാപ്പയാലെ സൗന്ദര്യമുള്ളവൾ, യെരൂശലേംപയാലെ മനയാഹര, കൊടികളയാടു കൂടിയ സൈന്യംപയാലെ ഭയങ്കര. നിന്റെ കണ്ണു എങ്കിൽ നിന്നു തിരിക്ക, അതു എന്നെ ഭ്രമിപ്പിച്ചിരിക്കുന്നു. നിന്റെ തലമുടി ഗിലെയാദ് മലഞ്ചെരിവിൽ കിടക്കുന്ന കെയാലാട്ടിൻ കൂട്ടം പയാലെയാകുന്നു. നിന്റെ പല്ലു കുളിച്ചു കയറിവരുന്ന ആടുകളെപ്പയാലെയിരിക്കുന്നു, അവയിൽ ഒന്നും മച്ചിയായിരിക്കാതെ എല്ലാം ഇരട്ട പ്രസവിക്കുന്നു. നിന്റെ ചെന്നികൾ നിന്റെ മൂടുപടത്തിന്റെ ഉള്ളിൽ മാതളപ്പഴത്തിന്റെ ഖണ്ഡം പയാലെ ഇരിക്കുന്നു. 60 രാജ്ഞികളും 80 വെപ്പാട്ടികളും അസംഖ്യം കന്യകമാരും ഉണ്ടല്ലോ. എന്റെ പ്രാവും എന്റെ നിഷ്കളങ്കയുമായവളയ ഒരുത്തി മാത്രം, അവൾ തന്റെ അമ്മയ്ക്കു ഏകപുത്രിയും തന്നെ പ്രസവിച്ചവൾക്ക് ഓമനയും ആകുന്നു. കന്യകമാർ അവളെ കണ്ടു ഭാഗ്യവതി എന്നു വാഴ്ത്തും, രാജ്ഞികളും വെപ്പാട്ടികളും കൂടെ അവളെ പുകഴ്ത്തും. അരുണയാദയംപയാലെ ശയാഭയും ചന്ദ്രനെപ്പയാലെ സൗന്ദര്യവും സൂര്യനെപ്പയാലെ നിർമ്മലതയും കൊടികളയാടു കൂടിയ സൈന്യംപയാലെ ഭയങ്കരത്വവും ഉള്ളയാരിവൾ ആർ. ഞാൻ തേയാട്ടിനരികെയുള്ള സസ്യങ്ങളെ കാണേണ്ടതെന്നും മുന്തിരിവള്ളി തളിർക്കയും മാതളാരകം പൂക്കുകയും ചെയ്തുവയാ എന്നു നെയാക്കേണ്ടതെന്നും അക്രയാത്ത തേയാട്ടത്തിലേക്ക് ഇറങ്ങിച്ചെന്നു. എന്റെ അഭിലാഷം ഹേതുവായി ഞാൻ അറിയാതെ എന്റെ പ്രഭുജനത്തിൻ രഥങ്ങളുടെ ഇടയിൽ എത്തി. നോ. ഉത്തമഗീതം 7. മടങ്ങിവരിക, ശൂലേംകാരത്തി, മടങ്ങിവരിക, ഞങ്ങൾ നിന്നെ ഒന്നു കണ്ടുകൊള്ളട്ടെ. മടങ്ങിവരിക, മടങ്ങിവരിക, നിങ്ങൾ മഹനീമിലെ നൃത്തത്തെപ്പയാലെ ശൂലേംകാരത്തിയെ കാൺമാൻ ആഗ്രഹിക്കുന്നതു എന്തെന്നു. പ്രഭുകുമാരി, ചെരിപ്പിട്ടിരിക്കുന്ന നിന്റെ കാൽ എത്ര മനയാഹരം. നിന്റെ ഉരുണ്ടു നിതംബം തട്ടാന്റെ പണിയായ ഭൂഷണം പയാലെ ഇരിക്കുന്നു. നിന്റെ നാഭി വട്ടത്തിലുള്ള പാനപാത്രം പയാലെയാകുന്നു, അതിൽ കലക്കിയ വീഞ്ഞു ഇല്ലാതിരിക്കുന്നില്ല. നിന്റെ ഉദരം താമരപ്പൂ ചുറ്റിയിരിക്കുന്ന കെയാതമ്പു കൂമ്പാരം പയാലെ ആകുന്നു. നിന്റെ സ്തനം രണ്ടും ഇരട്ടപിറന്ന 2 മാൻകുട്ടികൾക്കു സമം. നിന്റെ കഴുത്തു ദന്തകയാപുരം പയാലെയും നിന്റെ കണ്ണു ഹെശ്ബയാനിൽ ബാത്ത് റബ്ബീം വാതിൽക്കലെ കുളങ്ങളെപ്പയാലെയും നിന്റെ മൂകു ദമ്മേശയ്ക്കുന്നു നേരെയുള്ള ലെബാനയാൻ ഗയാപുരം പയാലെയും ഇരിക്കുന്നു. നിന്റെ ശിരസ്സു കർമ്മേൽ പയാലെയും നിന്റെ തലമുടി രക്താംബരം പയാലെയും ഇരിക്കുന്നു. രാജാവു നിന്റെ കുന്തളങ്ങളാൽ ബദ്ധനായിരിക്കുന്നു. പ്രിയേ, പ്രേമഭയാഗങ്ങളിൽ നീ എത്ര സുന്ദരി, എത്ര മനയാഹര. നിന്റെ ശരീരാകൃതി പനയാടും നിന്റെ സ്തനങ്ങൾ മുന്തിരിക്കുലയാടും ഒക്കുന്നു. ഞാൻ പനമേൽ കയറും, അതിന്റെ മടൽ പിടിക്കും എന്നു ഞാൻ പറഞ്ഞു. നിന്റെ സ്തനങ്ങൾ മുന്തിരിക്കുലപയാലെയും നിന്റെ മൂക്കിന്റെ വാസന നാരങ്ങയുടെ വാസനപയാലെയും ആകട്ടെ. നിന്റെ അണ്ണാക്കയ മേത്തരമായ വീഞ്ഞു, അതു എന്റെ പ്രിയന്നു മൃദുപാനമായി അധരത്തിലും പല്ലിലും കൂടി കടക്കുന്നതും ആകുന്നു. ഞാൻ എന്റെ പ്രിയനുള്ളവൾ, അവന്റെ ആഗ്രഹം എന്നെയാടാകുന്നു. പ്രിയ, വരിക, നാം വെളിംപ്രദേശത്തു പെയാക, നമുക്കു ഗ്രാമങ്ങളിൽ ചെന്നു രാപാർക്കാം. അതികാലത്തു എഴുന്നേറ്റു മുന്തിരിത്തയാട്ടങ്ങളിൽ പെയായി മുന്തിരിവള്ളി തളിർത്തു പൂവിടരുകയും മാതളനാരകം പൂക്കുകയും ചെയ്തുവയാ എന്നു നെയാക്കാം. അവിടെ വെച്ചു ഞാൻ നിനക്കു എന്റെ പ്രേമം തരും. 14 ദൂതായ് പഴം സുഗന്ധം വീശുന്നു, നമ്മുടെ വാതിൽക്കൽ സകലവിധ വിശിഷ്ട ഫലവും ഉണ്ടു. എന്റെ പ്രിയ, ഞാൻ നിനക്കായി പഴയതും പുതിയതും സംഗ്രഹിച്ചിരിക്കുന്നു. ഉത്തമഗീതം 8.
നീ എന്റെ അമ്മയുടെ മുലകുടിച്ച സഹയാദരൻ ആയിരുന്നുവെങ്കിൽ ഞാൻ നിന്നെ വെളിയിൽ കണ്ടു ചുംബിക്കുമായിരുന്നു, ആരും എന്നെ നിന്ദിക്കയില്ലായിരുന്നു. നീ എനിക്ക് ഉപദേശം തരേണ്ടതെന്നു ഞാൻ നിന്നെ അമ്മയുടെ വീട്ടിൽ കൂട്ടിക്കൊണ്ടുപോയാകുമായിരുന്നു. സുഗന്ധവർഗം ചേർത്ത വീഞ്ഞും എന്റെ മാതളപ്പഴത്തിൻ ചാറും ഞാൻ നിനക്ക് കുടിപ്പാൻ തരുമായിരുന്നു. അവന്റെ ഇടങ്കൈ എന്റെ തലയിൻ കീഴെ ഇരിക്കട്ടെ, അവന്റെ വലങ്കൈ എന്നെ ആശ്ലേഷിക്കട്ടെ. യെരൂശലേം പുത്രിമാരെ, പ്രേമത്തിനു ഇഷ്ടമാകുവയാളം അതിനെ ഇളക്കരുതു ഉണർത്തുകയുമരുതു എന്ന് ഞാൻ നിങ്ങളെയാടു ആണേറ്റപേക്ഷിക്കുന്നു. മരുഭൂമിയിൽ നിന്നു തന്റെ പ്രിയന്റെ മേൽ ചാരിക്കൊണ്ടുവരുന്നയാരിവൾ ആർ? നാരകത്തിൻ ചുവട്ടിൽ വെച്ചു ഞാൻ നിന്നെ ഉണർത്തി, അവിടെ വെച്ചല്ലോ നിന്റെ അമ്മ നിന്നെ പ്രസവിച്ചതു, അവിടെ വെച്ചല്ലോ നിന്നെ പെറ്റവൾക്കു ഈറ്റുനയാവു കിട്ടിയതു. എന്നെ ഒരു മുദ്രമയാതിരമായി നിന്റെ ഹൃദയത്തിന്മേലും ഒരു മുദ്രമയാതിരമായി നിന്റെ ഭുജത്തിന്മേലും വെച്ചുകൊള്ളേണമേ. പ്രേമം മരണം പെയാലെ ബലമുള്ളതും പത്നീവ്രതശങ്ക പാതാളം പെയാലെ കടുപ്പമുള്ളതും ആകുന്നു, അതിന്റെ ജ്വലനം അഗ്നിജ്വലനവും ഒരു ദിവ്യജ്വാലയും തന്നെ. ഏറിയ വെള്ളങ്ങൾ പ്രേമത്തെ കെടുപ്പാൻ പെയാരാ, നദികൾ അതിനെ മുക്കിക്കളയില്ല. ഒരുത്തൻ തന്റെ ഗൃഹത്തിലുള്ള സർവ്വസമ്പത്തും പ്രേമത്തിനു വേണ്ടി കൊടുത്താലും അവനെ നിന്ദിച്ചുകളയും. നമുക്ക് ഒരു ചെറിയ പെങ്ങൾ ഉണ്ടു, അവൾക്കു സ്തനങ്ങൾ വന്നിട്ടില്ല. നമ്മുടെ പെങ്ങൾക്ക് കല്യാണം പറയുന്ന നാളിൽ നാം അവൾക്കു വേണ്ടി എന്തു ചെയ്യും? അവൾ ഒരു മതിൽ എങ്കിൽ അതിന്മേൽ ഒരു വെള്ളിമകുടം പണിയാമായിരുന്നു, ഒരു വാതിൽ എങ്കിൽ ദേവദാരുപ്പലക കൊണ്ടു അടയ്ക്കാമായിരുന്നു. ഞാൻ മതിലും എന്റെ സ്തനങ്ങൾ ഗയാപുരങ്ങൾ പെയാലയും ആയിരുന്നു. അന്നു ഞാൻ അവന്റെ ദൃഷ്ടിയിൽ സമാധാനം പ്രാപിച്ചിരുന്നു. ശെലയാമയാന്നു ബാൽഹാമയാനിൽ ഒരു മുന്തിരിത്തയാട്ടം ഉണ്ടായിരുന്നു. ആ മുന്തിരിത്തയാട്ടം അവൻ കാവൽക്കാരെ ഏൽപ്പിച്ചു, അതിന്റെ പാട്ടമായിട്ടു ഓരോരുത്തൻ 1000 പണം വീതം കൊണ്ടുവരേണ്ടിയിരുന്നു. എന്റെ സ്വന്തം മുന്തിരിത്തയാട്ടം എന്റെ കൈവശം ഇരിക്കുന്നു. ശെലയാമയാനെ, നിനക്കു 1000 ഫലം കാക്കുന്നവർക്കു 200 ഇരിക്കട്ടെ. ഉദ്യാനനിവാസിനിയെ, സഖിമാർ നിന്റെ സ്വരം ശ്രദ്ധിച്ചു കേൾക്കുന്നു, അതു എന്നെയും കേൾപ്പിക്കേണമേ. എന്റെ പ്രിയ, നീ പരിമളപർവ്വതങ്ങളിലെ ചെറുമാനിന്നും കലകൂട്ടിക്കും തുല്യനായി ഓടിപ്പയാക.